ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്നാണ് ഈ +2 റിസൾട്ട് വരുന്ന ദിവസം കേട്ടോ. ഇന്ന് +2 റിസൾട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ചിങ്ങനെ ഇരിക്കുമായിരിക്കും. അയ്യോ എത്ര റിസൾട്ട് കാണുമോ, പാസ്സാവുമോ, എത്ര A+ കാണുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരിക്കും ഇല്ലയോ. സത്യം പറഞ്ഞാൽ 3 മണിക്കാണ് ഇന്ന് വരും. ഇന്ന് മെയ് 22 3 മണിക്ക് ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യും. റിസൾട്ട് പബ്ലിഷ് ചെയ്താലും 3:30-4 മണിയൊക്കെ ആവും. അത് നോർമലി സൈറ്റിലൊക്കെ വന്ന് ബഗ്ഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നാണെങ്കിൽ നമ്മൾ +2 റിസൾട്ട് റിവീൽ ചെയ്യാൻ പോവാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പം 2-3 വർഷമായി. എന്നാലും എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ആ ടൈമിൽ എനിക്ക് ബ്ലോഗും ഒന്നും ചെയ്ത് എനിക്ക് ഇടാൻ പറ്റിയില്ല. നോർമലി ആ ടൈമിൽ ഞാൻ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു +2 ടൈമിൽ. അതുകൊണ്ട് എനിക്ക് +2 റിസൾട്ട് ഒന്നും റിവീൽ ചെയ്യാൻ പറ്റിയില്ല, ലൈവ് ഇടാൻ പറ്റിയില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഇന്നൊരു ചെറിയൊരു ആഗ്രഹം, നോർമലി എൻ്റെ റിസൾട്ട് റിവീൽ ആക്കാൻ എന്നുള്ള ചെറിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്ന് റിസൾട്ട് +2 റിസൾട്ട് ഇന്ന് വരും. ഇന്ന് പിള്ളേരെല്ലാം വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്, പേടിച്ചിരിക്കുമായിരിക്കും എന്തോ ചെയ്യും, എന്ത് റിസൾട്ട് വരും. എല്ലാവർക്കും വരുമ്പോൾ ഒരു ഇത് നല്ല റിസൾട്ട് കാണും. ആരും പാസ്സാവത്തേ ഉള്ളൂ, ഫെയിൽ ആവാൻ ചാൻസ് കുറവായിരിക്കും. 1-2 സബ്ജക്റ്റ് കുറേ ആയിരിക്കും. നാച്ചുറലി പഠിക്കുന്ന ഒരു കഴിവ് പോലെ ഇരിക്കും. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ എല്ലാ പാരൻസിൻ്റെ ഒരു വിചാരമുണ്ട് +1 നല്ല മാർക്ക് വേണം, നമുക്ക് എല്ലാവരും നാട്ടുകാരോട് പറയണം, മറ്റവരോട് പറയണം എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കും. അതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്ന അത്ര മാർക്ക് വെച്ച് നിങ്ങൾ ഹാപ്പി ആവാം. എന്ന് വെച്ചാൽ അടുത്ത +2 കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ എടുക്കേണ്ടത്, നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ +2 റിസൾട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ റിസൾട്ട് റിവീൽ വേണമെങ്കിൽ ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ റിസൾട്ട് ഗൈസ്. ഞാൻ വിവേകാനന്ദ കോളേജല്ല, വിവേകാനന്ദ സ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പം നമുക്ക് ഇന്നത്തെ റിസൾട്ട് എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ റിസൾട്ട് ഉണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലിട്ടേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇതിൽ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാത്സ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കൊരുവിധം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് മൊത്തം 85% മേലെ മാർക്ക് ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിന് 54, അതെന്തോ വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മലയാളം 56, മലയാളം എനിക്ക് ഭയങ്കര വീക്കുള്ളതാണ്, 56 ഉണ്ടാ 100-ലാണേ. ഫിസിക്സ് 68 മാർക്ക്, യെസ് അതാണ് സ്കോർ ചെയ്തത്, അതിൽ സ്കോറാക്കി. ബയോളജി 71 മാർക്ക്, എനിക്കെന്താ ബയോളജി കുറച്ച് കൂടുതൽ അറിയാം, അതുകൊണ്ട് ഞാൻ 71 മാർക്ക്. 80-ലാന്നേ, 80-ൽ 71 മാർക്ക്, ബാക്കി 9 മാർക്കാണ്ട് എനിക്ക് പോയിട്ടുള്ളൂ. 80-71 മാർക്ക്. അതുപോലെ തന്നെ മാത്സ് ഭയങ്കര ഷോക്ക് കേട്ടോ. 50 മാർക്കേ ഉള്ളൂ, 30 മാർക്ക് അവരോ കൊണ്ടുപോയി. സോ ഇതൊക്കെയാണ് എൻ്റെ റിസൾട്ട്. നോർമലി റിസൾട്ട് ഞാൻ പറഞ്ഞാൽ ആ ടൈമിൽ നല്ല ഹാപ്പി ആയിരുന്നു, ഇപ്പോഴും ഹാപ്പിയാണ്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു +2 റിസൾട്ട് വരുന്ന ടൈമാണല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ റിസൾട്ട് എടുത്ത് നോക്കിയപ്പം സംഭവം കൊള്ളാം. ആ ടൈമിൽ പേടിച്ച പോലൊന്നും അല്ല. ഈ ടൈമിൽ നമ്മൾ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തിയല്ലോ. ഇപ്പം തന്നെ ഞാൻ ഫൈനൽ ഇയർ ആറായി, കോളേജ് കഴിയാറായി. ആ ടൈമിൽ +2 ഒക്കെ റിസൾട്ടൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഗുമ്മാണ്. പിന്നെ ഒരു കാര്യം വെച്ചാൽ റിസൾട്ട് എന്ന് വെച്ചാൽ നമുക്ക് അടുത്ത പ്രൊസീജിയർ, അടുത്തൊരു കോഴ്സിലേക്ക് ഇപ്പം 10 കഴിഞ്ഞ് 10ൻ്റെ റിസൾട്ടൊക്കെ വന്ന് നോർമലി കുറേ പേര് പാസ്സൊക്കെ ആയി, നല്ല A+ കൂടി പാസ്സൊക്കെ ആയി. 10ൻ്റെ റിസൾട്ട് മെയിൻലി എന്തിനാ, +1ഉം +2ഉം കയറാൻ വേണ്ടി മാത്രമേ ഉള്ളൂ +1ഉം +2 റിസൾട്ട് വരുന്നത്. 10ൻ്റെ റിസൾട്ട് വേണ്ടത്. പിന്നെ എന്തിനാ കാര്യത്തിനാ, പിന്നെ ഓരോ പാൻ കാർഡ് എടുക്കുന്നതിനോ, പിന്നെ അങ്ങനെ എന്തോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനോ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. 10ൻ്റെ ലൈസൻസ് വേറെ ഗുണമൊന്നുമില്ല. നോർമലി എല്ലാവരും വിചാരിക്കും 10ൻ്റെ അതുകൊണ്ടായാലേ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ എന്ന് വിചാരമൊക്കെ ഉണ്ട്. പക്ഷേ +1 +2ൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ 10ൻ്റെ റിസൾട്ട്. പിന്നെ +2ൻ്റെ റിസൾട്ട് വരുന്നത് വെച്ചാൽ അടുത്ത അഡ്മിഷൻ എന്ന് വെച്ചാൽ അടുത്ത കോളേജിലേക്കോ അടുത്ത കോഴ്സ് പഠിക്കേണ്ട എന്തൊക്കെ പഠിക്കേണ്ട അതിന് വേണ്ടി മാത്രമാണ് +2ൻ്റെ റിസൾട്ട്. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ +2ൻ്റെ റിസൾട്ട്. നോർമലി ഞാൻ +2 പഠിച്ചപ്പം ഫുള്ള് കൊറോണ ആയിരുന്നു. +1ഉം +2ഉം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. എന്ന് വെച്ചാൽ +1 ഒരു ഇയറും പോയില്ല. +1 ആ ഒരു ഇയർ പോയിട്ടില്ല സ്കൂളിൽ. പിന്നെ +2 ലാസ്റ്റ് ഒരു 5 മാസം ആണ്ട് ലാസ്റ്റ് ഒരു എക്സാം ആവുന്ന ടൈം, +2ൻ്റെ മെയിൻ എക്സാം ആവേണ്ട ടൈം മാത്രമാണ് ഞാൻ സ്കൂളിൽ പോയതും പുതിയ ഫ്രണ്ട്സിനെ. വെച്ചാൽ +1ഉം +2 ഒക്കെ ആകുമ്പോൾ നമ്മൾ പുതിയ ഫ്രണ്ട്സിനെ കാണും, പുതിയ സ്കൂളൊക്കെ ആയിരിക്കും, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ, ടൂറ് പോകണം, അങ്ങനെ വൈബൊക്കെ ആയിരിക്കും. പക്ഷേ എനിക്ക് ആ ഒരു വൈബൊന്നും ഇതുവരെ കിട്ടിയില്ല. +1ലും കിട്ടിയില്ല, +2ലും കിട്ടിയില്ല. +2 ലാസ്റ്റ് കുറച്ച് ടൈം, ഒരു ഫെബ്രുവരി മാർച്ച് ഡിസംബർ തൊട്ട് തുടങ്ങാം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു 5 മാസം കിട്ടി. 5 മാസത്തിന് ഒരു 3 മാസം ഞങ്ങൾ ചുമ്മാ കറങ്ങാനൊക്കെ പോയി, വൈബടിച്ച് നടന്ന്
സ്കൂളിൽ ചേർന്നിട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങിയ ടൈമിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരു വൈബില്ലേ. +1 +2 ഒക്കെ നോർമലി അടിച്ച് പൊളിക്കുക അത്ര തന്നെ, വേറെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ പഠിക്കേണ്ട ടൈം പഠിക്കുക അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് 3 മാസം കറങ്ങാൻ പോയി. പിന്നെ 2 മാസം കൊണ്ട് സ്കൂളിൽ പോയി. പിന്നെ അറ്റൻഡൻസ് വലിയ കാര്യമൊന്നുമില്ല, കൊറോണ ടൈം അല്ലയോ. പിന്നെ എക്സാമൊക്കെ സിമ്പിളായിട്ട് എഴുതിയെടുത്ത്. നോർമലി കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പം ഞങ്ങൾ എഴുതിയ എക്സാം ഇത് നല്ല മാർക്കാണ് നോർമലി. എന്ന് വെച്ചാൽ കൊറോണ ടൈം ആയപ്പോൾ ഞങ്ങൾക്ക് കോപ്പി അടിക്കാനും അങ്ങനെ കുറച്ച് സംഭവമൊക്കെ സെറ്റായി വന്നു. എങ്ങനെയൊക്കെയോ എഴുതി, എങ്ങനെയൊക്കെയോ പാസ്സായി, നല്ല മാർക്കോടെ പാസ്സായി, സെറ്റായി, സീനൊന്നും ഇല്ലാതെ വന്നു. പക്ഷേ കൊറോണ കഴിഞ്ഞുള്ള ബാച്ചിനും ഇപ്പം വരാൻ പോകുന്ന റിസൾട്ടിൻ്റെ ബാച്ചിനൊക്കെ ഭയങ്കര പാടായിരിക്കും. നോർമലി പഠിച്ച് എഴുതി സെറ്റാക്കി വെക്കേണ്ടി വരും. ഇപ്പോൾ ഞങ്ങളുടെ പോലെ അല്ല, ഞങ്ങൾ കൊറോണ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ അവസരം കിട്ടി, എഴുതി സെറ്റാക്കി, മാർക്കും കിട്ടി. ഓക്കെ, ലാവിഷ്, ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ റിസൾട്ടൊക്കെ വരും, റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ വന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ റിസൾട്ട് ഫെയിലായോ പാസ്സായോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം ആരൊക്കെ പാസ്സായെന്നും ആരൊക്കെ ഫെയിലായെന്നും. ഓക്കെ, പാസ്സായതിന് ഫെയിലായാലും കുഴപ്പമില്ല, പാസ് ആയതും വലിയ കാര്യമൊന്നുമില്ല, ഫെയിലായതും വലിയ കാര്യമൊന്നുമില്ല. ജീവിതത്തിൽ ലൈഫിൽ എപ്പോഴെങ്കിലൊക്കെ ഫെയിലാവും, അത് നോർമലി അത് അങ്ങനെയാണ്, നമ്മൾ പാസ്സാക്കി എടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. ഇനി അടുത്തൊരു കോളേജ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം, അടുത്തൊരു വീഡിയോ. ഓക്കെ, ബൈ ബൈ.